ഉടുമ്പൻചോലയിൽ ഇരട്ട വോട്ട് തലവേദനയാവുകയാണ്. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിൽ മാത്രം 174 ഇരട്ട വോട്ടുകളാണ് കണ്ടെത്തിയത്. BJP പ്രാദേശിക നേതൃത്വം നൽകിയ പരാതിക്കൊപ്പം പട്ടിക ശരിവച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വിഭാഗം. ഇരട്ട വോട്ടുണ്ടെന്ന് കണ്ടെത്തിയ 174 പേർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തു. ഉടുമ്പൻചോല പഞ്ചായത്തിലെ 2 വാർഡുകളിൽ 6ഉം 12ഉമായി 200ഓളം വ്യാജ വോട്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്ക് ഉടുമ്പൻചോല വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. തിങ്കളാഴ്ച ഹിയറിങ്ങിന് ഹാജരാകണമെന്നും പറഞ്ഞ്. അപ്പോൾ ഞങ്ങൾ ഇതിനു മുമ്പ് ആരോപിച്ചിരുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുപോലെ ഇടുക്കി ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ ആയിരക്കണക്കിന് വ്യാജ വോട്ടുകളുണ്ട് എന്ന് BJP ഇതിന് ശക്തമായി പറയുന്നു. ജെയിനസ് രാജു വിശദാംശങ്ങളുമായി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജെയിൻ, ഇത് ഒരു അതിർത്തി പ്രദേശമാണ്. ഉടുമ്പൻചോല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേരള തമിഴ്നാട് അതിർത്തിയാണ്. തമിഴ് ജനത കുറെ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമാണ്. പണ്ട് തൊട്ടേ തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ വോട്ടുള്ള ആളുകൾ ഒരുപാടുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് ഏകദേശം ശരിവെക്കുന്ന ഒരു കണ്ടെത്തലാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്താണ് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ? തീർച്ചയായിട്ടും ഇത് വളരെ കാലങ്ങളായി നിലനിൽക്കുന്ന ഒരു ആരോപണമാണ്. പക്ഷെ എല്ലാ കാലത്തും ഇത് ഒരു ആരോപണം മാത്രമായി ഒതുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇത്തവണ കൃത്യമായി തന്നെ അത് കണ്ടെത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇലക്ഷൻ വിഭാഗം അത് സ്ഥിരീകരിക്കുന്നു എന്നുള്ളതാണ്. 2 വാർഡുകളിൽ മാത്രം 174 പേർക്ക് നോട്ടീസ് നൽകി എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം, ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് 3 മണ്ഡലങ്ങൾ തമിഴ് ഭൂരിപക്ഷ മേഖലയാണ്. അതുകൊണ്ട് തന്നെ ആ മേഖലയിലൊക്കെ സമാനമായിട്ടുള്ള വോട്ടിംഗ് രീതി ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയിലേക്ക് ഇതുവരെ റവന്യൂ വകുപ്പ് കടന്നിട്ടില്ല. BJP പ്രാദേശിക നേതൃത്വമാണ്, ഉടുമ്പൻചോല പഞ്ചായത്തിലെ പ്രാദേശിക നേതൃത്വം. അവർ ഒരു പരിശോധന നടത്തുകയും അവർ നൽകിയ ഒരു ലിസ്റ്റ് അനുസരിച്ച് മാത്രമാണ് ഇതുവരെ ഇലക്ഷൻ വിഭാഗം പരിശോധന നടത്തിയത്. ആ പരിശോധനയിൽ അവർ നൽകിയ ഈ ഇരട്ട വോട്ട് സംബന്ധിച്ച ലിസ്റ്റ് പൂർണ്ണമായും ശരിയാണ് എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത്. കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടർ പട്ടികയിൽ പേരുള്ളവരാണ് ഈ 174 പേരും. 1-ാം തീയതി ഇവരോട് വില്ലേജ് ഓഫീസിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തവണ നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് കേരളത്തിലും തമിഴ്നാട്ടിലും 2 ദിവസമായിട്ടാണ്. അതുകൊണ്ട് തന്നെ ഈ 2ഇടത്തും വോട്ട് ചെയ്യാനുള്ള ഒരു സാധ്യത തീർച്ചയായിട്ടുമുണ്ട്. ഇതിനു മുൻപ് പലപ്പോഴും അതിർത്തി മേഖലയിൽ സംഘർഷങ്ങൾക്ക് പോലും ഇടവച്ചിട്ടുമുണ്ട്. രാവിലെ കേരളത്തിൽ വോട്ട് ചെയ്തതിന് ശേഷം തമിഴ്നാട്ടിലേക്ക് പോയി അവിടെ വോട്ട് ചെയ്യുന്ന ഒരു രീതി സാധാരണ നിലനിൽക്കുന്നുണ്ട്. അത് പല ഘട്ടത്തിലും സംഘർഷത്തിന് പോലും വഴിവെച്ചിട്ടുണ്ട്. ചില രാഷ്ട്രീയ പാർട്ടികൾക്കാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കാണ് ഇതിന്റെ ഗുണം ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് CPM-നാണ് എന്നുള്ള ആരോപണമാണ് ഉയർന്നിരിക്കുന്നത്. എന്നാൽ CPM ഇത് നിഷേധിക്കുന്നുണ്ട്. കോൺഗ്രസ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇത് സംബന്ധിച്ച പരാതി നൽകിയിരുന്നു. BJP ആണ് ഈ ഘട്ടത്തിൽ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാതി നൽകിയിരിക്കുന്നത്. ജെയിൻ, ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇവിടം കൊണ്ട് തീരും. കാരണം ദേവികുളം, പീരുമേട് അവിടെ മാത്രമല്ല, സംസ്ഥാനത്തിന്റെ പല അതിർത്തി മേഖലകളിൽ, സംസ്ഥാനത്തിനകത്ത് തന്നെ പലയിടങ്ങളിൽ അങ്ങനെ ഈ വിഷയം വളരെയധികം ആളിക്കത്താൻ സാധ്യതയുള്ളതല്ല. ഇപ്പോൾ ഈ 174 പേരുടെ പേര് വന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകളുടെ പേരുകൾ വരാം. കൂടുതൽ മുന്നണികൾ അല്ലെങ്കിൽ പാർട്ടികൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരോപണങ്ങളുമായി രംഗത്തേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇതിനകത്ത് സസൂക്ഷ്മമായ ഒരു പരിശോധനയ്ക്കുള്ള സാധ്യതയുണ്ടോ? തിരഞ്ഞെടുപ്പ് വിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പരിശോധന, അവർ മുൻകൈ എടുത്തൊരു പരിശോധനയ്ക്ക് സാധ്യത വളരെ കുറവാണ്. കാരണം ഇത് കണക്കെടുക്കാൻ പോയാൽ വലിയ അളവിൽ, അല്ലെങ്കിൽ ആയിരക്കണക്കിന് പേരെ ഇത്തരത്തിൽ വോട്ടർ പട്ടികയിൽ കണ്ടെത്തിയെന്ന് വരാൻ സാധ്യതയുണ്ട്. അവരെയൊക്കെ നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. ഇപ്പോൾ തമിഴ്നാട്ടിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യേണ്ട തീയതി അവസാനിച്ചിരിക്കുന്നു. അപ്പോൾ കേരളത്തിൽ ആണ് ഇനി പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയുക. ഹിയറിങ്ങിന് ഹാജരാകുന്ന ഘട്ടത്തിൽ തങ്ങൾക്ക് തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ പേരിനെ കുറിച്ച് അറിയില്ല എന്ന വാദം ഈ കക്ഷികൾക്ക് ഉയർത്താൻ കഴിയും. അത്തരത്തിലൊരു നിർദ്ദേശം ചില രാഷ്ട്രീയ പാർട്ടികൾ ഇവർക്ക് ഇപ്പോൾ തന്നെ നൽകിയിട്ടുണ്ട്. ഈ നോട്ടീസ് ലഭിച്ചവർക്ക് തന്നെ നൽകിയിരിക്കുന്നത്, നിങ്ങൾ വില്ലേജ് ഓഫീസിൽ ഹാജരാകുമ്പോൾ തമിഴ്നാട്ടിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്തോളൂ എന്ന് ആവശ്യപ്പെടാനാണ് അവർ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ സാങ്കേതിക പ്രശ്നമോ അല്ലെങ്കിൽ വലിയ ഒരു പ്രശ്നമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഒരു 3 നിയമസഭാ മണ്ഡലങ്ങളിലെ വോട്ടർമാർ
ആയിരക്കണക്കിന് പേർ ഒരുപക്ഷെ ഫലത്തെ സ്വാധീനിക്കുന്ന തരത്തിൽ ഇരട്ട വോട്ടുള്ളവരാണ് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണം. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു പ്രശ്നമാണ്. പക്ഷേ ഇതെങ്ങനെ പരിഹരിക്കും എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. രണ്ട് സംസ്ഥാനത്തെയും വോട്ടർ പട്ടിക വെച്ച് പരിശോധിക്കുകയും അതിൽ നിന്ന് ഇരട്ട വോട്ടുള്ളവരെ കണ്ടെത്തുകയും അത് നീക്കം ചെയ്യുക എന്നുള്ളതാണ് വെല്ലുവിളി. ഇനി വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു പ്രശ്നം കൂടിയാണ്. മാത്രമല്ല ഇവിടുന്ന് വോട്ട് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്.